എന്നതാണോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. എന്നതാടാ നിങ്ങളോട് മോർണിംഗ് വാക്ക് തുടങ്ങാൻ ഞാൻ എത്ര നാളായി പറയുന്നു. That will make your body and mind fresh. ഞങ്ങൾ അച്ഛനെ വന്നൊന്ന് കാണാനിരിക്കായിരുന്നു. എന്ത് പറ്റി? റിസോർട്ടിൽ മറ്റേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായില്ലല്ലോ. നല്ല സുഖമല്ലേ? ഞാനൊന്ന് ആക്ച്വലി ഓടിയത് തന്നെ ഒരു ട്രിക്കായിരുന്നു. വിഡ്രോവൽ ടെക്നിക് എന്നാണ് എക്സോസത്തിൽ അതിന്റെ പേര്. ഞങ്ങൾ ഊഹിച്ചു. ഇവനിന്ന് രാവിലെ കൂടി പറഞ്ഞോളൂ. ഡെന്നി എന്തോ പറഞ്ഞു വന്നല്ലോ. അതച്ചോ, ഇവൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ 3 പേർക്കും വേണ്ടി കൊണ്ടുവന്ന ഫോൺസ് ആണ്. ഓഹോ, ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോണുണ്ട്. അതുകൊണ്ട് ഇത് 3ഉം പള്ളിക്ക് ഡൊണേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു ഞങ്ങൾ. അതെ, റിയലി വെരി ഗുഡ്. ഞാനൊരു പുതിയ ഫോൺ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കേ. എന്റെ ഫോണിലുള്ള ക്യാമറ ആകെ 2 മെഗാ പിക്സലാന്നേ. അച്ഛൻ എന്തിനാ ക്യാമറ? എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുക. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അയക്കാം, പിടിക്കാം. രൂപത്തിന്റെ എന്തായാലും അച്ഛൻ ഈ ഫോൺസ് ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഒരെണ്ണം കപ്പിയാർക്കും ബിഷപ്പിനും ഒക്കെ കൊടുക്കാമല്ലോ. എന്തിന്? 3ഉം എനിക്കെന്നെ യൂസ് ചെയ്യാലോ. ഒന്ന് വാട്സ്ആപ്പ്, ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് ഓൺലി ഫോർ കോളിംഗ് പർപ്പസ്. അരമനയിൽ വൈഫൈ ഫ്രീ അല്ലേ. അപ്പൊ സ്കൈപ്പ്. കഴിഞ്ഞ ആഴ്ച കൺവെൻഷന് വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സ്ആപ്പ് നമ്പർ ചോദിച്ചപ്പോ എന്റെ ഡെന്നി ഞാനങ്ങ് ചൂളിപ്പോയി. ഇനി അതുണ്ടാവരുത്. അപ്പൊ താങ്ക് യു. സൂക്ഷിച്ച് ഉപയോഗിക്കണേ. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഈ മൊത്തത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ. എന്ത്? നിങ്ങളാരാ? Who are you? Where you from? Why did you touch my hand? ഞാൻ അച്ഛൻ്റെ കയ്യിൽ മുത്തി. ഇത് ജോൺ. ഇവന്റെ കയ്യിൽ ഇതുപോലുള്ള ഒരുപാട് നമ്പറുകളുണ്ട്. അച്ഛനറിയുന്ന ആളായിരുന്നു. അത് പറയണ്ടേ? ഞാൻ ഡെന്നി കൊക്കൻ. ജോൺ ഡോൺ ബോസ്കോ. സാഗർ ഏലിയാസ് ജാക്കി. എന്തേ അങ്ങനെ ഒരു പേര്? ഡെന്നി കൊക്കൻ്റെ കൊക്കൻ വീട്ടുപേരല്ലേ? അതെ. ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജിൽ. പേരിൻ്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടുപേരില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പേരിട്ടത്. ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. നമ്മുടെ മേരിയുടെ മോനാ. മേരിയുടെ മോൻ. അതിന്റെ ഡാഗിനിയമ്മോ കല്യാണം കഴിച്ചല്ലോ. കുട്ടികളുണ്ടാവും, കല്യാണം കഴിക്കണമെന്നുണ്ട്. നാണം കിട്ടവൻ എന്തൊക്കെയാ പറയണേ. ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല. മെന്റലിസ്റ്റാ. ഫ്ലൂട്ടിസ്റ്റോ? അതാണോ ഇഷ്ടം? ഫ്ലൂട്ടിസ്റ്റ് അല്ല, മെന്റലിസ്റ്റ്. മെന്റലിസ്റ്റ്. ഇഡിയറ്റ്സ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയേക്കാൾ യാത്ര ചെയ്തിട്ടുള്ള ആള് ഇവനായിരിക്കും അല്ലടാ. ആരെ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക്? ബിഷപ്പ്. ഞാൻ തമാശയായി പറഞ്ഞതല്ല. ലോകത്തിൽ 5 മെന്റലിസ്റ്റുകളുടെ പേരെടുത്തല്ല, അതിലൊന്ന് ഇവനാ. ഈ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. തിരുമേനി മറന്നുല്ലേ പ്രിയ? ജോണി കുട്ടൻ 2 കസേര എടുത്ത് പുറത്തേക്കിടാ. കളിയാക്കല്ലേ ജോണേ. നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. തുണി നോക്കി കാണിക്കണം. അങ്ങനെ കളിയാക്കി പോകാൻ പറ്റില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. എന്നാ ജോൺ ഡബ്ലോസ്കോ ചെന്നാട്ടെ, ഞങ്ങൾ നീങ്ങട്ടെ. ഓക്കെ. എന്നതാ ഇത്? എന്നാ ചോ? ഇത് ലോക്കാണല്ലോ. അൺലോക്ക് ചെയ്താ നോക്കട്ടെ അച്ഛോ, എന്റെ ഫോണല്ലോ ഇത്. അച്ഛോ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. Is it yours? യെസ്, അബ്സല്യൂട്ട്ലി. ശരിയാവുമെന്ന് അറിയില്ല. Give me a hand. Hold it. Hold it. Take off your glass, please. Look at my eyes. Look at my eyes. മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി. എനിക്ക് പണ്ടേ പ്രോബ്ലം. Think about your password. അതൊക്കെ ഞാൻ ആലോചിച്ചോളൂ. കണ്ടുപിടി. ഇതല്ലടാ ഞാൻ പറഞ്ഞേ, മെന്റലിസ്റ്റ് ആണ്. ഇപ്പൊ എന്നായി? എന്നെയും കൂടെ എന്തെങ്കിലും ചെയ്യുമോ പ്ലീസ്? എന്ത് ചെയ്യാ? ഇതുപോലെ എന്തെങ്കിലും പ്ലീസ്. ബലാത്സംഗം ചെയ്താൽ മതി. അയ്യോ, ഞാൻ പെണ്ണല്ലല്ലോ. എന്നാലും എന്തെങ്കിലും ചെയ്യുമെന്നേ. ശരി, നോക്കാം. ഡെന്നി, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചു. Give me a hand. Hey, ഇത്ര അടുത്ത് വരട്ടെ. Give me. Okay. Hold it. Look in my eyes.
Think about that thing. Think about it. Repeat that word again and again. ഒരാളുടെ പേരല്ല, സ്പാനിഷ് ഫ്ലൈ. ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചു തുടങ്ങി. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ? ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ചു. ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല. മെന്റലിസം. നോക്കി, ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. മാജിക്, മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടിസം, ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം. പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ. ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക്. അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിങ്. എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് റീഡിങ്ങിന്റെയും ഒരു കോമ്പിനേഷൻ. കൊള്ളാലോ, ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. ഈ മെന്റലിസം പഠിപ്പിക്കുന്ന പോലെ സ്ഥലമുണ്ടോ? നോക്കട്ടെ, എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അതെ, ഇതൊന്നും പഠിച്ചെടുത്താൽ മോനെ സുഹാനിസല്ല, ഐശ്വര്യ റായെ വരെ വളച്ചൊടിച്ച് മടക്കാം. ജോൺ ഡോൺ ബോസ്കോയുടെ യൂട്യൂബ് വീഡിയോ. അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ, ഇങ്ങനെ ഫേമസ് ആണ്. എന്നെ കാണിച്ച സെയിം ആയിട്ടല്ലേ ഇത്? എന്ത് സ്പാനിഷ് ഫ്ലൈ? ഒരു ഉഗ്ര സാധനം കിട്ടിയുണ്ട്. പ്രിയ നോക്കി, ആ ജോൺ ഡോൺ ബോസ്കോയുടെ മെന്റലിസം വീഡിയോ യൂട്യൂബിൽ സണ്ണി ചേച്ചിയുടെ പുതിയ ക്ലിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞേ. ആണ്, കാണിച്ചേ. അല്ല, നീ അത് ടിവിയിലേക്ക് കണക്ട് ചെയ്ത ബ്ലൂടൂത്ത്. നീ എന്തിനാ ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തേ? ഇത് ഇവിടെ മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലടാ, നീ അത് കണക്ട് ചെയ്യും. എവിടെ ബ്ലൂടൂത്ത്? ഓ, മുഴുവൻ ബ്ലൂ ആണല്ലോ. ഇവളൊറ്റ ഒരു കാരണം എന്റെ കല്യാണം കലങ്ങി. അതെന്താ? ആഹാ, അത് നീ പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് കഥയൊക്കെ പിന്നെ പറയാം. നൗ ലെറ്റ്സ് വാച്ച്. അതെ, കാണാം. മാർത്തക്ക് ഇതേ ഫേസ് കട്ടാ ശരിക്കും? എടാ ശരിക്കും. നീ ലൈറ്റ് ഓഫ് ചെയ്തേ? ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളൂ. ഒരു സായിപ്പായിരുന്നല്ലോ. എടാ, ഞാൻ കാണാനാണ് നിങ്ങൾ കാണണേ. നമ്മളെ തന്നെ കാണണേ. എനിക്ക് പേടിയാവുന്നു. നീ ലൈറ്റ് ഇട്ടേ. ഒന്നുകൂടെ ട്രൈ നോക്കടാ പ്ലീസ്. എടാ ലൈറ്റ് ഓൺ ആവുന്നില്ലടാ. റിമോട്ട് എവിടെ? ഓഫ് ആവട്ടെ. ഇങ്ങോട്ട് താങ്ങിട്. ഇവിടെ മാത്രം പറ്റുന്ന ഇങ്ങനെ. എല്ലായിടത്തും ഉണ്ടോ?